നമ്മളിപ്പോൾ നിൽക്കുന്നത് പറവൂർ സിനഗോഗിലാണ്. പറവൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. സിനഗോഗ് എന്ന് പറയുന്നത് ജൂതരുടെ പള്ളിയെ വിളിക്കുന്ന പേര്. ലൈക്ക് ദാറ്റ് മോസ്ക് മുസ്ലിം പള്ളി, ചേർച്ച് എന്ന് ക്രിസ്ത്യൻ പള്ളിയെ വിളിക്കുന്ന പോലെ തന്നെ സിനഗോഗ് ഒരു ഗ്രീക്ക് വേർഡാണ് നമ്മളീ കാണുന്നത്. ജൂതർ നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റ് ആസ്പദമാക്കി വന്നിരിക്കുന്നത് AD 72 രണ്ടാം ദേവാലയം റോമാക്കാർ തകർക്കപ്പെട്ടതിനെ തുടർന്നിട്ടാണ്. അപ്പോൾ അഭയം തേടിക്കൊണ്ടുള്ള ഒരു യാത്രയാണ്. പിന്നീട് പലായനം ചെയ്യപ്പെട്ട ഒരു വിഭാഗത്തെയാണ് നമുക്ക് പിന്നീട് അങ്ങ് കാണാൻ കഴിയുന്നത്. എവിടെയാണ് അഭയം കിട്ടുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയ്ക്കൊടുവിൽ, അതായത് ഒരിടത്ത് ചെല്ലുന്നു, അവിടെ നിന്ന് ഓടിക്കപ്പെടുന്നു, വീണ്ടും യാത്ര തുടരുന്നു. ഇവരുടെ പൂർവികർ മുസിരിസിലൂടെ വാണിജ്യ തുറമുഖമായ മുസിരിസ് സീപോർട്ടിലൂടെ വന്ന ആ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അത് നമുക്ക് പറയുകയാണെങ്കിൽ സോളമൻ രാജാവിൻ്റെ കാലഘട്ടത്തോളം BC നൂറ്റാണ്ടുകളിൽ അത്രയും പഴക്കത്തോടു കൂടിയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ അവർ ഇവിടെ വന്നു, സെറ്റിൽമെൻറ്റ് നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. അവരിവിടെ വരുന്നു, ട്രേഡിനെ ആസ്പദമാക്കിക്കൊണ്ട് സ്പൈസൊക്കെ കളക്ട് ചെയ്യുന്നു. ഇതൊക്കെ സോളമൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവിടെ കൊണ്ടുപോയി കാഴ്ചവെച്ചൊരു ചരിത്രമൊക്കെ ബൈബിളിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ഹോദുവിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ്. ഹോദുവിൽ നിന്ന് ഹോദു കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാനേ പറ്റും. ഹോദു ഇന്ത്യയാണെങ്കിൽ വന്നിരിക്കുന്ന മുസിരിസിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അന്നത്തെ നാല് തുറമുഖങ്ങളെ കുറിച്ചിട്ട് ചരിത്രം പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ള വാണിജ്യ തുറമുഖമായിട്ട് കണക്കാക്കിയിരുന്ന മുസിരിസിനെയാണ്. 31 രാജ്യങ്ങളുമായിട്ടാണ് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നത്. ഗ്രീക്സ്, റോമൻസ് ഒക്കെ നമ്മളുടെ ഇവിടെ വരികയും കുരുമുളക്, പ്രത്യേകിച്ച് പറയുന്നത് ബ്ലാക്ക് ഗോൾഡായ കുരുമുളകിനെ കുറിച്ചിട്ടാണ്. ഇവിടെ നിന്ന് കയറ്റി കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ടും അവരുടെ നാട്ടിൽ സ്ത്രീകൾ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് ആ ഒരു സംഭവം എവിടെ നിന്നാണെങ്കിലും കളക്ട് ചെയ്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ തേടി കൊണ്ടുവരാനാണ് അവിടുത്തെ സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വാണിജ്യത്തിന് വേണ്ടിയിട്ട് വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് നമുക്ക് റിലീജിയനുകളും നമ്മുടെ നാട്ടിലേക്ക് ആ തുറമുഖത്തിലൂടെയാണ് റിലീജിയനുകളും വന്നിരിക്കുന്നത്. അതായത് ക്രിസ്ത്യാനിറ്റി വന്നതും ഇസ്ലാം വന്നതും ജുദായിസം വന്നതും ഒക്കെ നമുക്ക് പറയാൻ കഴിയുക അങ്ങനെയാണ്. അപ്പോൾ അന്നൊന്നും സെറ്റിൽമെൻ്റ് ഇല്ല. സെറ്റിൽമെൻറ്റ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ AD 72 ശേഷം ആയിരിക്കണം. ഇവരിവിടെ പലയിടങ്ങളിൽ തേടി വന്നു. മുസിരിസിലൂടെ ഇന്നത്തെ കൊടുങ്ങല്ലൂരിൻ്റെ പേരാണ്. മുസിരിസിലൂടെ വന്നു. മുസിരിസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ രാജാക്കന്മാരെ കണ്ടു. രാജാക്കന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ട്രേഡിനെ പരിപോഷിപ്പിക്കുക. അപ്പോൾ ആര് വന്നാലും വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് രീതി. ജൂതരോട് ഇവരോട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ അല്ലെങ്കിൽ അഭയം തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇഷ്ടമുള്ള സ്ഥലം നോക്കി തിരഞ്ഞെടുക്കാനാണ് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഇടത്ത് പോയി താമസിക്കുമെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുത്തോളാനാണ്. അപ്പോൾ ഇവർ ട്രേഡുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, വാണിജ്യത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളായതുകൊണ്ട് മാർക്കറ്റിന് സമീപത്തെയാണ് ആസ്പദമാക്കിയിരുന്നത്. എവിടെയൊക്കെ സിനഗോഗുകൾ അല്ലെങ്കിൽ ജൂ സ്ട്രീറ്റ് ഉണ്ടോ അന്നൊരു ക്രൗഡഡ് ഏരിയ ആയിരുന്നു, അല്ലെങ്കിൽ തിരക്കുള്ള ഭാഗമായിരുന്നു, അതല്ലെങ്കിൽ വാണിജ്യം നടത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയും. പറവൂർ ജൂ സ്ട്രീറ്റിനകത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. 2 പില്ലറുകൾ നിങ്ങൾ എൻട്രൻസിൽ കണ്ടിരിക്കും. ജൂ സ്ട്രീറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. സെൻട്രൽ പോർഷൻ റോഡാണ്. ഇരുവശങ്ങളിലും ജൂതരുടെ വീടുകളാണ്. വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ഷോപ്പാണ്. പിറകിലും മേളിലൊക്കെയാണ് താമസ സ്ഥലങ്ങളുണ്ടാവും. ഇൻസൈഡ് ഒരു സിനഗോഗ് ഉണ്ടാവും, പിറകിലൊരു മാർക്കറ്റ് ഉണ്ടാവും. പറവൂർ മാർക്കറ്റിന് സമീപത്ത് പറവൂർ ജൂ സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. അതിന്നിപ്പോൾ നമ്മളുടെ ഗവൺമെൻറ്റിന് സംരക്ഷിക്കാനും കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. കാരണം മറ്റു പ്രശ്നങ്ങളൊന്നും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ട്രേഡിൽ മാത്രം എൻഗേജ്ഡ് ആയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ചെയ്തു. നല്ല പ്രോഗ്രസ് അവർക്കുണ്ടായിരുന്നു. ഇവിടെ ഈ സിനഗോഗ് 1164 ആദ്യമായിട്ട് പണി കഴിപ്പിച്ചത്. അന്ന് ഇത്രത്തോളം വലുതല്ല, ചെറിയൊരു സിനഗോഗായിരുന്നു. പലവട്ടം പുതുക്കലുകൾ നടന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഒക്കെ ആക്രമണത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് പുതുക്കിയിരിക്കുന്ന 1616 അതിൻ്റെ ആ ഒരു സ്റ്റോൺ സ്ലാബാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഹീബ്രു സ്റ്റോൺ സ്ലാബാണ് നമ്മളവിടെ എൻക്രേവ് ചെയ്തിരിക്കുന്നത്. അവർ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന. അപ്പോൾ അന്നേരം പണി കഴിപ്പിച്ചപ്പോൾ ഇത് ഏറ്റവും വലിയൊരു സിനഗോഗായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ നിലനിൽക്കുന്ന സിനഗോഗുകളിൽ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു സിനഗോഗിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ജൂതരാരും തന്നെ ഇല്ലാതായതുകൊണ്ട്, അതായത് എത്ര ആളുകളുണ്ട് എന്നുള്ളതല്ല, 10 പുരുഷന്മാർ സിനഗോഗിനകത്തുണ്ടായിരിക്കണം. 13 വയസ്സിന് മീതെയുള്ള 10 പുരുഷന്മാരോട് അടങ്ങിയ ആ ഒരു മിനിയൻ തികഞ്ഞിട്ട് വേണം. ആ ഒരു കോറത്തെ വിളിക്കുന്ന പേരാണ്. ആ മിനിയൻ തികഞ്ഞിട്ട് വേണം ഇവിടെ പ്രാർത്ഥന. മിനിയൻ, ആ കോറത്തെ വിളിക്കുന്ന പേര് മിനിയൻ കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമേ പ്രാർത്ഥന നടക്കൂ. അപ്പോൾ അവരുടെ സിനഗോഗിനകത്താവട്ടെ, ഫ്യൂണറലിനെ ആസ്പദമാക്കിക്കൊണ്ടാവട്ടെ, പ്രാർത്ഥനയ്ക്കാണെങ്കിലും മിനിയൻ കംപ്ലീറ്റ്. അപ്പോൾ
അതെല്ലാം ഡീആക്ടിവേറ്റ് ആയി പോയി എന്ന് പറയാൻ കാരണം ജൂതരെല്ലാവരും, അതായത് 1948 ഇസ്രായേൽ ഫോർമേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മദർലാൻഡിലേക്ക് മടങ്ങി പോവുക. അതായത് ഇവർ എല്ലാ നാടുകളിലും സ്പ്രെഡായിട്ട് ന്യൂനപക്ഷമായിട്ട് താമസിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ജന്മനാട്ടിലേക്ക് മടങ്ങി പോകുക. ഇതിപ്പോൾ പുരാവസ്തുവിന് കീഴിലാണ്. മുസ്ലിം പൈതൃക പദ്ധതിയെ ഏറ്റെടുത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഇതിനെ മ്യൂസിയമായിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ 1948 ശേഷം ഗ്രൂപ്പായിട്ട് അവരുടെ നാടുകളിലേക്ക് മടങ്ങാൻ ആരംഭിച്ചപ്പോൾ ഓരോയിടത്തും ജൂതരുടെ എണ്ണം കുറഞ്ഞു വന്നു. 12 സിനഗോഗുകൾ അവർ പണി കഴിപ്പിച്ചിട്ടുണ്ട്. 12 എണ്ണത്തിൽ 11 എണ്ണവും മലബാർ ജൂതരുടെ സിനഗോഗ് എന്നാണ് അറിയപ്പെടുക. ആദ്യ കാലഘട്ടങ്ങളിൽ വന്നു, ഇവിടെ സെറ്റിൽഡായി. അതിനുശേഷം ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയോ സ്കിൻ കളർ തന്നെ ബ്രൗണിഷിലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഫോറിൻ ജ്യൂസിൻ്റെ സിനഗോഗ് ഒരെണ്ണം മട്ടാഞ്ചേരിയിൽ കാണാൻ കഴിയും, 1568 പണി കഴിപ്പിക്കുന്ന. അത് കോളനൈസേഷൻ നടക്കുന്ന സമയത്ത് ഇറ്റലി, സ്പെയിൻ പോലുള്ള നാടുകളിൽ നിന്ന് ഡയറക്റ്റ് വന്ന് ഇറങ്ങി അവിടെ അതിനുശേഷം അവർ സെറ്റിൽഡായി പണി കഴിപ്പിച്ച സിനഗോഗ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പം ഇത് 1616 പുതുക്കിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് 1987 വരെ ആയിരുന്നു ലാസ്റ്റ് ഇവിടെ പ്രാർത്ഥന നടന്നതായിട്ട് പറയുന്നത്. അതിനുശേഷം ഇത് അടഞ്ഞു പോയ പള്ളികളിലേക്കായി മാറി ക്രമേണ പുരാവസ്തുവിൻ്റെ കീഴിലേക്ക് വന്നു. മുസ്ലിം പൈതൃക പദ്ധതി ഇതിനെ മ്യൂസിയമായിട്ട് മാറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ കേരള ട്രഡീഷണൽ ആർക്കിടെക്ചറാണ് ഇതിനകത്ത് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. ജൂയിഷ് ആർക്കിടെക്ചറേയും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഡച്ച് മോഡലിൻ്റെ പല ഒരു സ്പെസിഫിക്കേഷനും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ കേരള ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പടിപ്പുരയൊക്കെ വരിക, അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിന് മുകളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവരുടെ സ്ക്രിപ്റ്റ് ലേണിംഗ് സെൻറ്റർ ആയിരുന്നു. തോറ ഡീപ്പായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ പകർത്തെഴുതുക എന്നുള്ള പ്രോസസ്സ് അവിടെയാണ് നടന്നത്. ഇതൊരു നടുമിറ്റം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നീടാണ് സിനഗോഗിൻ്റെ ഉൾഭാഗത്ത് ഇതിൻ്റെ പിറകെ ഓരോ സിനഗോഗിനും സിമിറ്റിയുണ്ട്. പക്ഷേ സിനഗോഗിനോട് തൊട്ട് ചേർന്ന് ഒരിക്കലും സിമിറ്റി പണിയുണ്ട്. ആയിരാമാണ്ടിൽ 10ാം നൂറ്റാണ്ടിൽ അന്നത്തെ ചേരരാജാവായിരുന്ന ഭാസ്കര രവിവർമ്മൻ ജൂതനായ ജോസഫ് റബ്ബാന് കൊടുത്തിരിക്കുന്ന പദവികളെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പട്ടെഴുത്താണിത്. കുറച്ച് ലെറ്റേഴ്സൊക്കെ നമുക്ക് മലയാളം ഒരു കറക്റ്റായിട്ടുള്ള ഫോമിലേക്ക് കാണാൻ കഴിയും. അതിൽ എഴുതപ്പെട്ട തരിശാപ്പള്ളി ശാസനമാണ് ഈ കാണുന്നത്. കൊല്ലത്തിനടുത്ത് ഒരു ക്രിസ്ത്യൻ പള്ളി പണിയുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ വേണാട് ഭരിച്ചിരുന്ന സ്ഥാണുരവി മാർസപ്പി റീസോ എന്ന് പറയുന്ന പുരോഹിതന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കണ്ടന്റാണ് നമ്മൾ കാണുന്നത്. 25 പേരാണ് ഇതിനകത്ത് സാക്ഷികളായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. 11 അറബ്സ് ക്യൂഫിക് ലിപിയിലും, 10 സുറിയൻ ക്രിസ്ത്യൻ പെഹ്ലവി ലിപിയിലും, 4 ജൂതർ ഹീബ്രു ഭാഷയിലുമാണ് ഇതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജൂതർ നമ്മുടെ നാട്ടിൽ വന്നു താമസമാക്കി ഈ ഉന്നതികളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ അടയാളങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. കോപ്പി ചെയ്തിരിക്കുന്നത് ഒറിജിനൽ തിരുവല്ലയിൽ ഉണ്ട് കേട്ടോ. It's used an instrument like that church, mosque, it's saying that. ഭാഗമാണ് റബ്ബി നിൽക്കുന്നത് ഇവിടെയാണ്. റബ്ബി ഫേസ് ചെയ്യുന്നത് ആർക്കിനെയാണ്. ആർക്ക് സ്ഥാപിക്കപ്പെടുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഫേസ് ചെയ്യത്തക്ക രീതിയിലാണ് ഭക്തർ നിൽക്കുന്നത്. ആർക്കിനെ ഫേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ആർക്കിന് മുൻപിൽ നിൽക്കുമ്പോൾ ജെറുസലേമിന് മുൻപിലാണ് താൻ നിൽക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ആർക്ക് ആ ദൈവമുണ്ട്, രൂപമില്ല. അപ്പോൾ ആർക്കിനെയാണ് ഫേസ് ചെയ്യുന്നത്. തോറ വയ്ക്കാനുള്ള അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തെ വയ്ക്കാനുള്ള ആ ഒരു വിശുദ്ധ അലമാരയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ആർക്ക് എന്നിപ്പോൾ നിലവിൽ റെപ്ലിക്കയാണ്, എക്സാക്റ്റ് കോപ്പിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൻ്റെ ഒറിജിനൽ, അതായത് ഇതുപോലെ റിച്വലായിട്ടുള്ള പല സംഗതികളും ഇവരിവിടെ നിന്ന് പോയപ്പോൾ കൊണ്ടുപോയി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മൾ ഇതിൻ്റെ കോപ്പി ഇസ്രായേലിൽ ചെന്നെടുത്ത് അതിൻ്റെ റെപ്ലിക്കയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്.